മലബാറിലെ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് മലബാർ ലഹള അഥവാ മലബാർ കലാപം. ഇത് നടന്നത് 1921 ഇംഗ്ലീഷ് അധികാരിക വർഗം ഒത്തുചേർന്ന് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നടത്തിയ ഗൂഢതന്ത്രങ്ങളാണ് മലബാർ ലഹളയിലേക്ക് നയിച്ചത്. 1921 ഓഗസ്റ്റ് 19 നിലമ്പൂർ കോവിലകത്തെ 6-ാം മുറ തിരുമുൽപ്പാടിൻ്റെ തോക്ക് കളവുപോയി എന്നാരോപിച്ച് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു ലഹള ആരംഭിക്കാനുള്ള പെട്ടെന്നുള്ള കാരണം. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വൻ മുന്നേറ്റമുണ്ടായി. ഈ രണ്ട് താലൂക്കുകളിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144-ാം വകുപ്പ് നടപ്പിലാക്കി. മലബാർ ജില്ലാ കളക്ടർ തോമസ്, ജില്ലാ പോലീസ് സൂപ്രണ്ട് TS ഹിച്ച്കോക്ക്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആമു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തി. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലായി 250-ൽ പരം അംശങ്ങളിൽ ലഹള പടർന്നുപിടിച്ചു. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പാണ്ടിനാട്, തിരൂർ എന്നിവ മുഖ്യ കലാപകേന്ദ്രങ്ങളായി. മലബാർ ലഹളയിലെ പ്രധാന നേതാക്കൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരായിരുന്നു. ആലി മുസ്ലിയാരെ ലഹളക്കാർ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. 1921 ഓഗസ്റ്റ് 24 70-കാരനായ ആലി മുസ്ലിയാരിൽ നിന്നും കലാപത്തിൻ്റെ നിയന്ത്രണം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏറ്റെടുത്തു. അന്നുതന്നെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിലെ നമ്പൂതിരി ബാങ്ക് കയ്യേറി അവിടെ പണയം വെച്ചിരുന്ന ഉരുപ്പടികൾ അതിൻ്റെ ഉടമസ്ഥരെ വിളിച്ചു വരുത്തി തിരികെ നൽകി. ഓഗസ്റ്റ് 28 ലഹള അടിച്ചമർത്തുന്നതിനായി ബ്രിട്ടീഷ് ഗൂർഖ പട്ടാളങ്ങൾ എത്തി. പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളവും കലാപകാരികളും ഏറ്റുമുട്ടി. രണ്ടു ഭാഗത്തും ആൾനാശമുണ്ടായി. സൈന്യം തോറ്റു പിന്മാറി. ഇതാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ കേരള ചരിത്രത്തിൽ ഇടം നേടിയ സംഭവം. 1921 ഓഗസ്റ്റ് 31 തിരൂരങ്ങാടി പള്ളിയിൽ കയറിയ പട്ടാളം ആലി മുസ്ലിയാരെ ബന്ധിച്ചു വിചാരണ നടത്തി. 1922 ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ തൂക്കിലേറ്റി. 1922 ജനുവരി 6 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കീഴടങ്ങി. ജനുവരി 22 അദ്ദേഹത്തെയും ചെമ്പ്രശ്ശേരി തങ്ങളെയും മലപ്പുറത്ത് കോട്ടക്കുന്നിൽ വെടിവെച്ചു കൊന്നു. ഇനി നമ്മൾ നോക്കുന്നത് വാഗൺ ട്രാജഡി അഥവാ പോത്തന്നൂർ ഇരുട്ടറ. മാപ്പിള കലാപം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി 1921 നവംബർ 20 നടന്ന വാഗൺ ട്രാജഡി ഇന്ത്യാ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. മലബാറിലെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ലഹളക്കാരെ വിദൂര സ്ഥലങ്ങളിൽ ജയിലിലടയ്ക്കാൻ അധികാരികൾ തീരുമാനിച്ചു. 100 കണക്കിന് ആളുകളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനായി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. 90-ൽ പരം ആളുകളെ വാഗണിൽ കുത്തി നിറച്ചു. വണ്ടി ഇടയ്ക്ക് പല സ്റ്റേഷനുകളിലും നിർത്തിയിട്ടു. പിന്നീട് ഇവരിൽ 64 പേർ ദാരുണമായി ശ്വാസം മുട്ടി മരിച്ചു. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ AR നാപ്പ്, അബ്ബാസ് അലി, കല്ലടി മൊയ്തീൻകുട്ടി, മഞ്ചേരി സുന്ദരയ്യർ എന്നിവരെ നിയമിച്ചു. അന്വേഷണം വെറും പ്രഹസനമായിരുന്നു. ദുരന്ത കാരണമായി കമ്മീഷൻ കണ്ടത് വാഗൺ നിർമ്മിച്ചതിലെ ന്യൂനതകളാണ്. ആ വാഗൺ നിർമ്മിച്ചതിൻ്റെ മേൽനോട്ടം വഹിച്ച വ്യക്തി മരിച്ചു പോയതിനാൽ ഒന്നും ചെയ്യാനുമുണ്ടായിരുന്നില്ല. കലാപകാരികളെ പ്രത്യേക കോടതി സ്ഥാപിച്ച് വിചാരണ ചെയ്തു. നിരവധി പേരെ ആൻഡമാനിലേക്ക് നാടുകടത്തി. ലഹളയിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത കോൺഗ്രസ് നേതാക്കളായ MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഹസൻ കോയ മുല്ല തുടങ്ങിയവരും ശിക്ഷിക്കപ്പെട്ടു. 1921 മലബാർ കലാപവും മലബാറിൻ്റെ സാമൂഹിക പശ്ചാത്തലവും പ്രമേയമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിലുള്ള മലയാള സിനിമയാണ് 1921. IV ശശിയാണ് സിനിമയുടെ സംവിധായകൻ. വാഗൺ രക്തസാക്ഷികളുടെ സ്മരണയ്ക്കു വേണ്ടി തിരൂരിൽ ഒരു വാഗൺ ട്രാജഡി സ്മാരക ഹാൾ നിലകൊള്ളുന്നുണ്ട്.